അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്തിഗ്ഫാർ അഥവാ നാം ചെയ്തു പോയ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, തൗബ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. അതിൻ്റെ മഹത്വമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ വളരെ മഹത്തായ ഒരു ദിക്റുണ്ട്. അത് നേരത്തെ ഞാൻ ചെയ്തതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വമാണ് നമ്മളിന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. പരലോകത്ത് വലിയ സന്തോഷം വരാനുണ്ട്. ആർക്ക്? അദ്ദേഹത്തിൻ്റെ ഏടിൽ ധാരാളം പാപമോചനത്തിൻ്റെ വാക്കുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ വലിയ സന്തോഷം പരലോകത്ത് വരാനിരിക്കുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു ഹദീസിൽ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, എന്നും ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്ന് ഇങ്ങനെ ദിവസവും ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുകയാണെങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനും അല്ലാഹു തആല അവനിൽ നിന്ന് മാറ്റിക്കളയും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ പ്രോബ്ലംസും എല്ലാ ഇഷ്യൂസും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു തആല അവന് നല്ലൊരു വഴി അല്ലാഹു തആല തുറന്നു കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടു, അല്ലാഹു തആല ആ പ്രശ്നത്തിൽ നിന്ന് അവൻ പോലും വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല പരിഹാരം അവന് നൽകും. അവന് പോലും മനസ്സിലാക്കൂല, ചിന്തിച്ചു പോയിരിക്കില്ല. ആ ചിന്തിക്കാത്ത രൂപത്തിൽ തന്നെ അല്ലാഹു തആല അവന് പരിഹാരം പറഞ്ഞു കൊടുക്കും, കാണിച്ചു കൊടുക്കും. മറ്റൊരു ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ അസ്റ മൻ ഇസ്തഗ്ഫറ വഇൻ ആദ ഫിൽ യൗമി 70 മറ. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് വീണ്ടും തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് ഒരു ദിവസം തന്നെ 70ഓളം പ്രാവശ്യം അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്താലും തീർച്ചയായിട്ടും അതും മതിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയോട് വീണ്ടും വീണ്ടും ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് വിട്ടുപൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എൻ്റെ മനസ്സിൽ എനിക്ക് ചിലപ്പോൾ ചില വിഷമങ്ങൾ വരാറുണ്ട്. വ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറത്തിൻ, ഞാൻ അള്ളാഹുവിനോട് ദിവസവും 100 വട്ടം ഞാൻ വിട്ടുപൊറുക്കലിനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പല മുഫസ്സിറുകളും അതല്ലെങ്കിൽ വ്യാഖ്യാനം പറയുന്നവർ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൻ്റെ ദോഷങ്ങൾ കാണുന്നുണ്ടായിരുന്നു, അതിന് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല. ആ തെറ്റ് ചെയ്യാത്തവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു തആല അവരുടെ ദറജകൾ ഇങ്ങനെ ഉയർത്തുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കേട്ടു. എന്താണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഗുഫിറ ലഹു വ ഇൻ കാന ഫറ മിനസ് സഹ്ഫി, യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോവുക എന്നുള്ളത് വൻ കുറ്റമാണ്. അത്രയും വലിയ കുറ്റം ചെയ്തവൻ പോലും ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് വിട്ടുപുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ ഇവിഷയമായി കാണാം. നാം എന്നും ഏതെല്ലാം സ്ഥലങ്ങൾ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്, ഉദാഹരണം ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലയിടത്തും ക്യൂ ഉണ്ടാവും. അവിടെയൊക്കെ
നാം സ്വലാത്തും ഇസ്തിഗ്ഫാറും ധാരാളമായി വർദ്ധിപ്പിക്കുക. എല്ലാവർക്കും അറിയുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന സ്വലാത്ത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാർ, ഈ രണ്ട് കൊണ്ട് നമ്മുടെ വെയിറ്റിംഗ് സമയങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തുക. വലിയ 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 സന്തോഷമാണത് കാരണമായി നമുക്ക് പരലോകത്ത് കിട്ടാനിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.